ഞാൻ എൻ്റെ ഡിഗ്രി എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് ചെയ്തത്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്തെന്നുള്ളൊരു ചിന്തയിൽ പല ഏരിയനെ പറ്റിയും അന്വേഷിച്ച് അങ്ങനെ സൈബർ സെക്യൂരിറ്റിയും അതിനെപ്പറ്റി കൂടുതൽ ആളുകളോട് ചോദിച്ച് അങ്ങനെ അവരോട് ഇതിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതാണെന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെ അറിഞ്ഞതാണ് ഈ ഹാക്കിഫൈ. ഇനീഷ്യൽ ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ട്രെയിനേഴ്സ് ആയാലും എല്ലാ സ്റ്റാഫും സ്റ്റുഡൻസ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് ചോദിക്കാം. അറിയാത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള സ്റ്റാഫും ട്രെയിനേഴ്സും എല്ലാവരുമാണ്. അതുതന്നെ നമ്മൾ ഫസ്റ്റായിട്ട് ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഈസിയാക്കും. പിന്നെ ട്രെയിനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും കുറേ ഇയേഴ്സായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പ്രൊഫഷണൽസാണ്. പിന്നെ ഈ ഹാക്കിഫൈയിൽ തന്നെ ഈ ഹാക്കിഫൈൻ്റെ കോർ ടീം എന്ന് പറയുന്നത് തന്നെ പല ഏരിയകളിൽ നിന്നുള്ള ആളുകൾ ഈ ഫീൽഡിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ എല്ലാ ഒരു കൾമിനേറ്റഡ് ഇൻപുട്ട് നമുക്കും കിട്ടും ഈ ഹാക്കിഫൈയിൽ ട്രെയിനിങ്ങിന് വരുമ്പോൾ. പിന്നെ മെയിനായിട്ട് പറയാനാണെങ്കിൽ അലി സാറും നസു സാറുമാണ് നമ്മളെ ട്രെയിനേഴ്സായിട്ടുള്ളത്. രണ്ടാളും അടിപൊളി ട്രെയിനേഴ്സുമാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്കിപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്ന ആളാണ്. എനിക്ക് പോലും കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ട്രെയിനേഴ്സാണ്. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഈ ഹാക്കിഫൈ ഒരു വൈഡായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് ഇന്ന പ്രായത്തിലുള്ള ആളുകൾ എന്നില്ല, ഈ ഫീൽഡിൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ തന്നെ വിവിധ ഏരിയകളിൽ പലതരത്തിലുള്ള സ്കിൽസും എക്സ്പെർട്ടീസും ഉള്ള ആൾക്കാർ ഈ ഹാക്കിഫൈൻ്റെ ഒരു നെറ്റ്വർക്കിലുള്ള ആൾക്കാർ. അതായത് വൈഡ് റേഞ്ച്. ചെറിയ പ്രായം എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പം ഈ ബഗ് ബൗണ്ടി, നമുക്കിവിടെ ബഗ് ബൗണ്ടി വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ചില ബഗ് ബൗണ്ടി ഹണ്ടേഴ്സൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തിരുന്നു. അതൊക്കെ ശരിക്കും ഈവൻ ചില സമയത്ത് പൈസ കൊടുത്തവരെ കിട്ടാത്ത ചില ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ ട്രെയിനേഴ്സിന് കിട്ടാന്നുള്ളത്. ഓരോ കമ്പനീസിൽ വർക്ക് ചെയ്ത ആൾക്കാരെ ഹെൽപ്പ് എവിടെ യൂസ്ഫുൾ ആവാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പ്ലേസ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് കടക്കുമ്പോൾ ഓരോ ജോബിലും ഓരോ കമ്പനീസിനും ഓരോ സ്വഭാവം ഉണ്ടാകും. അതായത് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ് ഈ ഹാക്കിഫൈയിൽ. ഒരു കൺവെൻഷനായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കാണുന്ന രീതി ഒരു സിലബസ്, ആ സിലബസ് ഫോളോ ചെയ്തിട്ട് ഒരു ക്ലാസ്സിലോ ഒരു ബാച്ചിലുള്ള എല്ലാ കുട്ടികളും ഒറ്റ ഫ്ലോയിൽ പോവുക എന്നുള്ളൊരു ഇതെല്ലാം കൺവെൻഷനലി കാണാം. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റുഡൻറ്റിനും ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാം, ചിലത് കുറച്ചും കൂടി കൂടുതൽ സമയമെടുക്കും. അപ്പം ഓരോ സ്റ്റുഡൻറ്റിനും സ്പെസിഫിക് ആയിട്ട്, അതായത് കസ്റ്റം ഡിസൈൻ ചെയ്ത പോലെ ഉണ്ടാവും ട്രെയിനിങ്. പക്ഷേ അതുകൊണ്ട് പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ടൈം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും.